പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും വൻ യുദ്ധഭീതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇറാഖിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന തന്ത്രപ്രധാനമായ അതിർത്തി പാതയ്ക്ക് നേരെയുണ്ടായ US ആക്രമണത്തിന് മറുപടിയായാണ് തങ്ങൾ ഈ പ്രതികാരം വീട്ടിയതെന്ന് ഇറാൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷം തോറും ദശലക്ഷക്കണക്കിന് അറബിയൻ തീർത്ഥാടകർ ഇറാഖിലെ കർബയിലേക്ക് സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഷാലൻ ചെക്ക് അതിർത്തി ക്രോസിംഗിന് നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിക്കുന്നു. ഷിയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായി കരുതപ്പെടുന്ന ഈ റൂട്ടിന് നേരെ നടന്ന കടന്നുകയറ്റം ഇറാനെ രൂക്ഷമായി കോപാകുലരാക്കുകയും തൊട്ടു പിന്നാലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ശക്തമായ സൈനിക നീക്കം ആരംഭിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കുവൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ അമേരിക്കൻ സൈനിക താവളമായ ക്യാമ്പ് ഉദ്ധൈരിയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഈ ആക്രമണത്തിൽ ക്യാമ്പിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ് ഇറാൻ സേന പൂർണ്ണമായും തകർത്തതായി അവകാശപ്പെടുന്നു. കൂടാതെ കുവൈറ്റിലെ ഈ സൈനിക താവളത്തിലെ ഫ്ലൈറ്റ് കൺട്രോൾ ടവറിന് വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നുണ്ട്. വ്യോമഗതാഗതവും നിരീക്ഷണ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്ന കൺട്രോൾ ടവർ തകർന്നത് മേഖലയിലെ US സേനയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും വലിയ തിരിച്ചടിയാകും സൃഷ്ടിക്കുക. ഇറാനിലെ തസ്നീം ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഈ സൈനിക നീക്കത്തിന്റെ ഭീകരതയും വ്യാപ്തിയും വ്യക്തമാക്കുന്നതാണ്. ഇറാന്റെ പക്കലുള്ള ഏറ്റവും അത്യാധുനികവും പ്രകടശേഷിയുള്ളതുമായ മിസൈലുകളും ഡ്രോണുകളുമാണ് ഈ പ്രതികാരാക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ വിനാശകരമായ ഇമാദ്, ഖൈബർ ഷിക്കൻ, സോൽഫാഗർ കൂടാതെ ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഫത്ത എന്നീ ഹൈപ്പർസോണിക് മിസൈലുകൾ ഈ ഓപ്പറേഷനിൽ ഉപയോഗിച്ചതായി വീഡിയോ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇതിനൊപ്പം ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഷാഹദ് ഡ്രോണുകളുടെ വലിയൊരു വ്യൂഹം തന്നെ ഇറാൻ അണിനിരത്തി. കുവൈറ്റിലെ താവളത്തിന് പുറമെ വടക്കൻ ഇറാഖിലെ സഖ്യസേനയുടെ സാന്നിധ്യമുള്ള മേഖലകളിലേക്കും ആക്രമണം വ്യാപിച്ചിട്ടുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ തലസ്ഥാനമായ എർബിലിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളത്തിന് സമീപവും ശക്തമായ സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എർബിലിലെ സ്ഫോടനങ്ങളുടെ ആഘാതം മേഖലയിൽ ആകെ കടുത്ത ഭീതി പടർത്തിയിട്ടുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സഖ്യസേനയെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളും ഇറാൻ സേനയും ഒരേ സമയം ആക്രമണം അഴിച്ചുവിട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. വിശുദ്ധമായ പാതയായ ഷലാൻചഹ് അതിർത്തിയിൽ നടന്ന ആക്രമണം ഇറാനിയൻ ജനതയ്ക്കിടയിലും ഭരണകൂടത്തിനിടയിലും വൻ പ്രതിഷേധത്തിനാണ് വഴിതെളിച്ചത്. തീർത്ഥാടകരുടെ സുരക്ഷയെ പോലും അപകടത്തിലാക്കുന്ന തരത്തിൽ അമേരിക്ക നടത്തിയ കടന്നുകയറ്റത്തിന് കൃത്യമായ മറുപടി നൽകേണ്ടത് തങ്ങളുടെ പരമാധികാരത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വാദിക്കുന്നു. അത്യാധുനിക മിസൈലുകൾ ഒറ്റയടിക്ക് പ്രയോഗിച്ചതിലൂടെ തങ്ങളുടെ സൈനിക കരുത്ത് ലോകത്തിന് മുന്നിൽ വീണ്ടും പ്രദർശിപ്പിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഫത്ത പോലെയുള്ള ഹൈപ്പർസോണിക് മിസൈലുകളും ഖൈബർ ഷിക്കൻ പോലെയുള്ള ദീർഘദൂര മിസൈലുകളും അമേരിക്കയുടെ പേട്രിയറ്റ് പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ശേഷിയുള്ളവയാണെന്ന് ഇറാൻ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നു. കുവൈറ്റിലെയും ഇറാഖിലെയും താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ മേഖലയിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തുടരാക്രമണങ്ങളെ ചെറുക്കാനും US സൈന്യം അടിയന്തര നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പവിത്രമായ തീർത്ഥാടന റൂട്ടിന് നേരെ നടന്ന ആക്രമണത്തെ തുടർന്നുണ്ടായ ഈ ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പങ്കുവയ്ക്കുന്നുണ്ട്. കുവൈറ്റിലെയും ഇറാഖിലെയും സൈനിക താവളങ്ങൾക്ക് നേരെ നേരിട്ടുള്ള പ്രഹരമുണ്ടായത് അമേരിക്കയെ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. അമേരിക്കൻ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ് തകർത്തു എന്ന ഇറാന്റെ അവകാശവാദം ശരിയാണെങ്കിൽ അത് മേഖലയിലെ അമേരിക്കയുടെ ഇന്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ശൃംഖലയെ വലിയ രീതിയിൽ ബാധിക്കും. ഇലക്ട്രോണിക് സിഗ്നലുകൾ തടസ്സപ്പെടുത്താനും ശത്രുവിന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും വഴിതിരിച്ചുവിടാനും ഉപയോഗിക്കുന്ന ഈ സംവിധാനം തകർന്നത് US സേനയ്ക്ക് വൻ ആഘാതമാണ്. ഈ സംഭവ വികാസങ്ങളോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇറാഖിലെയും കുവൈറ്റിലെയും താവളങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്ക ഇറാനിലെ തന്ത്രപ്രധാന ലൊക്കേഷനുകൾ ലക്ഷ്യമിട്ടാൽ അത് നിയന്ത്രണാതീതമായ ഒരു വൻകര യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണവും തുടർന്നുള്ള തിരിച്ചടികളും പശ്ചിമേഷ്യയുടെ ഭാവി സുരക്ഷയെയും ആഗോള സാമ്പത്തിക ഭൂപടത്തെയും ഒരുപോലെ സ്വാധീനിക്കുമെന്നതിൽ സംശയമില്ല.